ഇന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളി ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. സൺഫ്ലവർ ഓയിലാണ്. എന്നിട്ട് നന്നായി ചൂടായതിന് ശേഷം ഇതിലോട്ട് 3 എഗ്ഗ് പൊട്ടിച്ച് വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിലോട്ട് 1/4 ടീസ്പൂൺ ഉപ്പും ഒരു 1/2 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടിയും ചേർത്ത് നന്നായിട്ട് സ്ക്രാമ്പിൾ ചെയ്തെടുക്കുക കേട്ടോ. ഈ എഗ്ഗ് നന്നായി സ്ക്രാമ്പിൾ ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാം. ഇനി ഇതിലോട്ട് നമ്മൾ ഒരു 3-4 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതിലോട്ട് ഒരു 50 ഗ്രാം ബോൺലെസ് ചിക്കന് ചെറുതായി കട്ട് ചെയ്തിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ കുറച്ച് ഉപ്പും കുറച്ച് കുരുമുളകിൻ്റെ പൊടിയും കുറച്ച് സോയാ സോസും ചേർത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇനി ഇതിലോട്ട് ഒരു 100 ml സൺഫ്ലവർ ഓയിൽ ചേർക്കുക. ഇതിലോട്ട് ഒരു 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുക. അതൊന്ന് മൂത്ത് വരുമ്പം അതിലോട്ട് ഒരു വലിയുള്ളി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഈ വലിയുള്ളി ജസ്റ്റ് ഒന്ന് വാടിയതിന് ശേഷം 100 ഗ്രാം ബീൻസ് അരിഞ്ഞത് ചേർക്കുക. പിന്നെ 100 ഗ്രാം ക്യാരറ്റ് അരിഞ്ഞതും ചേർക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇടയ്ക്ക് തുറന്ന് നോക്കി ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇനി ഇതിലോട്ട് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക. പിന്നെ ഒരു ക്യാബേജിൻ്റെ പകുതി അരിഞ്ഞത് കേട്ടോ. ഒരു ചെറിയ ക്യാബേജ് ആയിരുന്നു, അതിൻ്റെ പകുതി അരിഞ്ഞതും ഇതിലോട്ട് ചേർത്തിട്ട് അടച്ച് വെച്ചിട്ട് ഇതും കൂടി ഒന്ന് ഒരു ഹാഫ് കുക്കാവുന്നത് വരെ വേവിച്ചെടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഇത് ഹാഫ് കുക്കൊക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ഒരു ക്യാപ്സിക്കം അരിഞ്ഞതും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് കുക്കാവുന്നത് വരെ അടച്ച് വെച്ചിട്ട് വേവിക്കുക കേട്ടോ. അപ്പോൾ നമ്മളെ ക്യാപ്സിക്കവും എല്ലാം നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു തക്കാളിയും 2 പച്ചമുളകും വേവിച്ച് അതിലോട്ട് കുറച്ച് സുർക്കയും ഉപ്പും പഞ്ചസാരയിട്ട് മിക്സിയിൽ അടിച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിന് പകരം നിങ്ങൾക്ക് 3 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ചേർക്കാം. പിന്നെ ഒരു നാരങ്ങൻ്റെ നീരും പിന്നെ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ ജസ്റ്റ് ഒന്നുകൂടി ഒന്ന് നുറുക്കിയിട്ട് അതും കൂടിയും ചേർത്തിട്ടുണ്ട്. പിന്നെ 2 ടേബിൾ സ്പൂൺ സോയാ സോസും ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ സ്ക്രാമ്പിൾ ചെയ്തിട്ടുള്ള എഗ്ഗും കൂടിയും ഇതിലോട്ട് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടിയും കൂടിയും ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള റൈസാണ് കേട്ടോ. ഇത് വേവിക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല. കപ്സൊക്കെ ഉണ്ടാക്കുന്ന ആ റൈസാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നമ്മൾ സാധാരണ മന്തിക്കൊക്കെ വേവിക്കുന്ന ആ ഒരു രീതിയിൽ വേവിച്ചെടുത്താൽ മതി. ഒരു 3/4 കിലോ റൈസാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. അതാണ് വേവിച്ചിട്ട് ഇതിലോട്ട് ചേർത്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പ്രീവിയസ് വീഡിയോസൊക്കെ കാണാം. അപ്പോൾ താങ്ക് യു.